Today we can study theorem 4 of circle theorem. Okay, here you listen theorem 4. Measure of angles subtended to any point on the circumference of the circle from the same arc is equal to half of the angle subtended at the center by the same arc. Okay, you clear? Okay, the angle subtended by an arc at the circumference of the circle, that is only half of the angle subtended by the same arc at the center of that circle. Clear now? Okay. അതായത് ഇപ്പോൾ ഈ സർക്കിളിൽ എ ബി എന്ന് പറയുന്ന ഒരു ആർക്ക് എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ ഒരു പോർഷൻ. ഓക്കെ, സർക്കംഫറൻസിൻ്റെ ഒരു പോർഷൻ. അപ്പോൾ എ ബി എന്ന് പറയുന്ന ആർക്ക് സർക്കിളിൽ സർക്കംഫറൻസിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ, അതായത് ഇവിടെ പി എന്ന് പറയുന്ന പോയിന്റിൽ എ ബി എന്നുള്ള ആർക്ക് സബ്റ്റൻഡ് ചെയ്തു ഒരു ആംഗിൾ, ദാറ്റ് ഈസ് എ പി ബി എന്ന് പറഞ്ഞ ആംഗിൾ. ഈ ആംഗിൾ എ പി ബി ആൻഡ് ആ ആർക്ക് തന്നെ സർക്കിളിന്റെ സെന്ററിൽ സബ്റ്റൻഡ് ചെയ്തു ഒരു പോയിന്റിൽ, ദാറ്റ് ഈസ് എവിടെയാ എ ഒ ബി. ഓക്കെ, എ ഒ ബി എന്ന് പറഞ്ഞ ആംഗിൾ. ഓക്കെ, ഈ രണ്ട് ആംഗിളും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായത് എ പി ബി എന്ന് പറയുന്ന ആംഗിളും എ ഒ ബി എന്ന് പറയുന്ന ആംഗിളും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ദ തിയറം 4. ഓക്കെ, ആർക്ക് എ ബി subtends an angle at any point on circumference that is just half of the angle subtends the same arc at the center of the circle. ഓക്കെ, അപ്പോൾ എ പി ബി എന്ന് പറഞ്ഞാൽ എ ഒ ബിയുടെ ഹാഫ് ആയിരിക്കും എന്നാണ് തിയറം പറഞ്ഞത്. ഓക്കെ, ഏതെങ്കിലും ഒരു ആർക്ക് സർക്കിളിൻ്റെ സർക്കംഫറൻസിലും സെൻറ്ററിലും രണ്ട് ആംഗിള് സബ്റ്റൻഡ് ചെയ്താൽ സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിള് സർക്കംഫറൻസിൽ ഫോം ചെയ്യുന്ന ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും, അല്ലെങ്കിൽ സർക്കംഫറൻസിൽ വരുന്ന ആംഗിൾ സെൻറ്ററിൽ വരുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ എ പി ബി ദാറ്റ് ഈസ് ഹാഫ് ഓഫ് ആംഗിൾ എ ഒ ബി എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, എ പി ബി ആൻഡ് എ ഒ ബി അത് തമ്മിലുള്ള റിലേഷനാണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു സർക്കിളുണ്ട്. ഈ സർക്കിളിൽ ആർക്കാണ് എ ബി എന്ന് പറയുന്ന ആർക്ക് സർക്കിളിൻ്റെ സെൻറ്ററിൽ ഒരാംഗിൾ സബ്റ്റൻഡ് ചെയ്തു. പിന്നെ ആ സെയിം ആർക്ക് തന്നെ സർക്കിളിലെ സർക്കംഫറൻസിലും ഒരാംഗിൾ സബ്റ്റൻഡ് ചെയ്തു എന്നാണ്. ഓക്കെ, ഇത് സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ. ഓക്കെ, അപ്പോൾ ആർക്ക് സർക്കംഫറൻസിലും സെൻറ്ററിലും ഓരോ ആംഗിൾ ഫോം ചെയ്തു. ഓക്കെ, ഇതൊരു ആംഗിള്, പിന്നെ ഇത് അടുത്ത ആംഗിൾ. ഈ രണ്ട് ആംഗിളും തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് പറയേണ്ടത്. ഓക്കെ, സോ നമുക്ക് നെയിം ചെയ്താൽ ഇതാണ് നമ്മളുടെ ആർക്ക്. ഹിയർ എ ബി, എ ബി എന്ന് പറയുന്ന ആർക്ക് അത് സർക്കിളിൻ്റെ സർക്കംഫറൻസിൻ്റെ ഒരു പോർഷനാണ്. ഈ എ ബി എന്നുള്ള ആർക്ക് ഇവിടെ സർക്കംഫറൻസിൽ പി എന്ന് പറയുന്ന പോയിന്റിൽ ആണ് സബ്റ്റൻഡ് ചെയ്തത് ഒരു ആംഗിൾ. പിന്നെ ഇത് സെൻറ്റർ ഒ എന്ന് പറയുന്ന പോയിന്റിലും ഒരു ആംഗിൾ സബ്റ്റൻഡ് ചെയ്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ പി ബി ദാറ്റ് ഈസ് ആംഗിൾ, പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ എ angle APB that is APB that is half of angle AOB. സെൻറ്ററിൽ നമ്മൾ ഓയ കൊടുത്തിരിക്കുന്നത്.
അപ്പം AOB എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ മിഡിൽ സെൻറ്റർ പോയിന്റിന് O എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ പ്രൂവ് ചെയ്യും? ആംഗിൾ APB ഈക്വൽ ടു ആംഗിൾ AOB എങ്ങനെ പ്രൂവ് ചെയ്യാം? ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു കൺസ്ട്രക്ഷനും കൂടെ ചെയ്യാം. ഇതിനകത്ത് ഓക്കെ, ഈ PO എന്ന് പറയുന്ന പോയിന്റ് ഒന്ന് ജോയിൻ ചെയ്യാം. PO ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കാം. POയിൽ കൂടെ നമ്മൾ ഒരു ലൈൻ വരച്ചു. അത് D എന്ന പോയിന്റ്. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, വി ക്യാൻ കൺസിഡർ ദിസ് പോയിന്റ് ആസ് D. ഓക്കെ, അപ്പോൾ PD എന്ന് പറഞ്ഞ ലൈൻ POയിൽ കൂടെ പാസ് ചെയ്തു. ദാറ്റ്സ് ഓൺലി. ഈ പോയിന്റാണ് T. അപ്പോൾ PD എന്ന് പറഞ്ഞ ലൈൻ POയിൽ കൂടെ പാസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് APB ആൻഡ് AOB അത് തമ്മിലുള്ള റിലേഷനാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. So here we needed to prove the angle subtended at the circumference, that is half of the angle subtended at the center. അപ്പോൾ സർക്കംഫറൻസിൽ വന്നിരിക്കുന്ന ആംഗിൾ APB, that APB equal to half of ആംഗിൾ AOB ആണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ആംഗിൾ APB that is equal to half of ആംഗിൾ AOB. സെൻറ്ററിൽ വന്നിരിക്കുന്ന ആംഗിൾ AOBയും സർക്കംഫറൻസിൽ വന്നിരിക്കുന്ന ആംഗിൾ APBയും ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഫോർ ദാറ്റ് വി ക്യാൻ കൺസിഡർ ദ ട്രയാങ്കിൾ AOP ആൻഡ് BOP. രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് സെപ്പറേറ്റ്ലി രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് നമുക്കത് പ്രൂവ് ചെയ്യാം. സോ അതിനുവേണ്ടി first we consider triangle AOP. That means this triangle we can consider AOP. There we can see these two sides are equal. Which two? This AO and PO. That two sides are equal because that two are radius of that circle. AO equal to PO. അപ്പം AOP എന്നുള്ള ട്രയാങ്കിളിലെ രണ്ട് സൈഡ് ഈക്വൽ ആണ്. ഈക്വൽ ആയിട്ടുള്ള സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ OAP that is equal to angle OPA. അതായത് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. കാരണം അത് രണ്ടും ഈക്വൽ ആയിട്ട് വരുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. സോ ആ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. Now we can consider the exterior angle. ഈ എക്സ്റ്റീരിയർ ആംഗിൾ, ആ ട്രയാങ്കിളിൻ്റെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ദിസ് വൺ, ആംഗിൾ AOD. ഓക്കെ, ആ എക്സ്റ്റീരിയർ ആംഗിൾ ഒന്ന് കൺസിഡർ ചെയ്യാം. ഒരു ട്രയാങ്കിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ അതിൻ്റെ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും. അത് എക്സ്റ്റീരിയർ ആംഗിൾ തിയറമാണ്. ഓക്കെ, അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ തിയറം വെച്ച് നമുക്കിവിടെ പറയാം ആംഗിൾ AOD, that exterior angle, that is equal to the sum of the two opposite interior angles, that is OAP and OPA. ഈ രണ്ട് ആംഗിളിൻ്റെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും ഈ എക്സ്റ്റീരിയർ ആംഗിൾ. ഓക്കെ, ബട്ട് ഇവിടെ തന്നിട്ടുണ്ട് OAP ആൻഡ് OPA, that two angles are equal. അപ്പോൾ നമുക്ക് ഈ OAP എന്നുള്ളതിന് പകരം ഇനി നമുക്ക് OPA എന്ന് എഴുതിയാലും ഓക്കെ, നമുക്ക് ഈ രണ്ട് ആംഗിളിനെയാണ് റിലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ OPA
ഈ OAPനെയും കൂടെ OPA എന്ന് മാറ്റി എഴുതാം, കാരണം ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട്. സോ വി ക്യാൻ റൈറ്റ് ആംഗിൾ AOD ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി OAPക്ക് പകരം ആംഗിൾ OPA എന്ന് തന്നെ എഴുതാൻ പോവാം. അത് രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. സോ OPA പ്ലസ് ഈ ആംഗിൾ OPA. ഓക്കെ, അപ്പോൾ 2 OPA ഇവിടെ വരും. 2 ആംഗിൾ OPA ദാറ്റ് ഈസ് ആംഗിൾ AOD ഈക്വൽ ടു 2 ആംഗിൾ OPA. ഓക്കെ, അതിനെ നമുക്ക് ഒരു ഇക്വേഷൻ ആയിട്ട് അവിടെ വയ്ക്കാം. അതുപോലെ തന്നെ അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം, റൈറ്റ് സൈഡിലുള്ള ട്രയാങ്കിൾ. ഓക്കെ, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. ഓക്കെ, സോ കൺസിഡർ ട്രയാങ്കിൾ BOP കൺസിഡർ ചെയ്തു. അവിടെ നമുക്ക് ഇതുപോലെ ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് OB ഈക്വൽ ടു OP. OB OPയുടെ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് പറയാൻ പോവാം. സോ ദാറ്റ് ഈസ് ആംഗിൾ OBP ഈക്വൽ ടു OPB. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതിൻ്റെ ഈ എക്സ്റ്റീരിയർ ആംഗിൾ അടുത്ത രണ്ട് അകത്തുള്ള ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിളോട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാം. സോ എക്സ്റ്റീരിയർ ആംഗിൾ തിയറം വെച്ച് നമുക്ക് പറയാം ആംഗിൾ BOD, അതാണ് എക്സ്റ്റീരിയർ ആംഗിൾ. ആംഗിൾ BOD ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റീരിയർ ആംഗിൾസ് ആംഗിൾ OBP പ്ലസ് ആംഗിൾ OPB. ഇനി നമുക്ക് OPBയും ഈ BODയും കൂടെയാണ് കണക്ട് ചെയ്യേണ്ടത്. സോ ആംഗിൾ BOD ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി OBPക്ക് പകരം നമ്മൾ OPB എന്ന് എഴുതാം, കാരണം ഇത് രണ്ടും ഈക്വൽ ആണെന്ന് ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആംഗിൾ OPB പ്ലസ് ആംഗിൾ OPB എന്ന് കിട്ടും. ഇനി അവിടെ അപ്പോൾ 2 ടൈംസ് ആംഗിൾ OPB വരും. 2 ടൈംസ് ഓഫ് ആംഗിൾ OPB. ആംഗിൾ BOD ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഓഫ് ആംഗിൾ OPB. ഓക്കെ, അത് സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ ആംഗിൾ AOD. ആംഗിൾ AOD ഏതാണെന്ന് കണ്ടല്ലോ. ഇതാണ് ആംഗിൾ AOD. ഈ ആംഗിൾ AOD. രണ്ടാമത്തെ ഇക്വേഷനിൽ ഇവിടെ തന്നിരിക്കുന്നത് ആംഗിൾ BOD ഇത്. അപ്പോൾ ഈ രണ്ട് ആംഗിളും കൂടെ ആഡ് ചെയ്യാൻ പോവാം. എന്ന് പറഞ്ഞാൽ നമുക്ക് ആംഗിൾ AOB എന്നുള്ള ഈ ഫുൾ ആംഗിൾ കിട്ടും ആഡ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം ആഡിങ് ഇക്വേഷൻ 1 and 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് വരുന്നത് ആംഗിൾ AOD പ്ലസ് ആംഗിൾ BOD. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ 2 ആംഗിൾ OPA ആൻഡ് 2 ആംഗിൾ OPB. ഓക്കെ, ഇതിനെ നമുക്ക് കോമൺ ആയിട്ട് 2 കോമൺ ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് 2 ആംഗിൾ OPA പ്ലസ് ആംഗിൾ OPB എന്ന് വരും. ഓക്കെ, ലെഫ്റ്റ് സൈഡ് ആംഗിൾ AOD പ്ലസ് ആംഗിൾ BOD ദാറ്റ് ഈസ് ആംഗിൾ AOB. അതായത് ഈ വലിയ ആംഗിൾ AOB എന്ന് പറഞ്ഞത് ഇവിടെ അകത്ത് വന്നിരിക്കുന്നത് OPA എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആൻഡ് OPB എന്ന് പറഞ്ഞാൽ ദിസ് ആംഗിൾ. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം ഈ ആംഗിൾ ആകും. ദാറ്റ് ഈസ് ആംഗിൾ AOB ഈക്വൽ ടു 2 ടൈംസ് ഓഫ് ആംഗിൾ OPA പ്ലസ് OPB എന്ന് പറഞ്ഞാൽ ആംഗിൾ APB ആയി. APB. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്തേണ്ടത് ആംഗിൾ APB ഈക്വൽ ടു ഹാഫ് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ 2 കൊണ്ട് രണ്ട് സൈഡിലും ഒരു 2 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അപ്പം ലെഫ്റ്റ് സൈഡിൽ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഹാഫ് ഓഫ് ആംഗിൾ AOB. ഓക്കെ, ബൈ ഡിവൈഡിങ് വിത്ത് 2 ഹാഫ് ഓഫ് ആംഗിൾ AOB ദാറ്റ് ഈസ് ഈക്വൽ ടു, റൈറ്റ് സൈഡിൽ 2 APB ഉണ്ട്, 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ആംഗിൾ APB എന്ന് വരും. ഓക്കെ, അപ്പം നമ്മൾ പ്രൂവ് ചെയ്യേണ്ട കാര്യമായി ആംഗിൾ APB ഈക്വൽ ടു ഹാഫ് ഓഫ് ആംഗിൾ AOB എന്നാണ് ഇവിടെ നമുക്ക് കിട്ടിയത്. ഹാഫ് ഓഫ് ആംഗിൾ AOB ഈക്വൽ ടു ആംഗിൾ APB വേണമെങ്കിൽ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്ത് എഴുതിയേക്കാം. ദാറ്റ് ഈസ് ആംഗിൾ APB ഈക്വൽ ടു ഹാഫ് ഓഫ് ആംഗിൾ AOB.